വായ്പുണ്ണ് മാറാൻ വീട്ടിൽ പരീക്ഷിക്കേണ്ട 10 ടിപ്സ്. വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വായ്പുണ്ണ് അഥവാ മൗത്ത് അൾസർ. എന്നാൽ വായ് തുറക്കാൻ പോലും കഴിയാത്തത്ര അസഹനീയമായ വേദനയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. വിറ്റാമിനുകളുടെ കുറവ് മൂലവും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞാലും വായ്പുണ്ണ് ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അതുപോലെ അബദ്ധത്തിൽ വായുടെ ഉൾഭാഗം കടിക്കുന്നത് കൊണ്ടും വായ്പുണ്ണുണ്ടാകാം. ഇത്തരം വായ്പുണ്ണ് അകറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ വായിൽ കൊള്ളുന്നത് വായ്പുണ്ണ് മാറുവാൻ സഹായിക്കും. തേങ്ങാപ്പാലിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. രണ്ടാമതായി മഞ്ഞൾ. ആന്റിസെപ്റ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി വായ്പുണ്ണിൽ പുരട്ടുന്നതും ഇവ മാറാൻ സഹായിക്കും. മൂന്നാമതായി തേൻ. നിരവധി ഔഷധ ഗുണങ്ങളടങ്ങിയ ഒന്നാണ് തേൻ. തേനിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണം വായ്പുണ്ണിനെ അകറ്റാൻ സഹായിക്കും. ഇതിനായി വായ്പുണ്ണിന്റെ മുകളിൽ അല്പം തേൻ പുരട്ടാം. നാലാമതായി മഞ്ഞളും തേനും. 1 ടീസ്പൂൺ തേനിൽ 1 നുള്ള് മഞ്ഞൾ ചേർത്ത് മിശ്രിതമാക്കുക. ശേഷം ഈ മിശ്രിതം വായ്പുണ്ണുള്ള ഭാഗത്ത് പുരട്ടുക. 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. അഞ്ചാമതായി ഐസ് വയ്ക്കുക. വായ്പുണ്ണ് വന്ന ഭാഗത്ത് ഐസ് വയ്ക്കുന്നത് വായ്പുണ്ണിന്റെ വേദന ശമിപ്പിക്കാൻ സഹായിക്കും. ആറാമതായി ഉപ്പുവെള്ളം. ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നതും വായ്പുണ്ണ് മാറാൻ സഹായിച്ചേക്കാം. ഏഴാമതായി തുളസിയില. തുളസിയിലയുടെ ആന്റി ബാക്ടീരിയൽ സ്വഭാവം വായ്പുണ്ണ് ബാധിച്ച ഭാഗത്തെ അണുവിമുക്തമാക്കുവാൻ സഹായിക്കും. ഇതിനായി തുളസിയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ച് വായ് കഴുകാം. എട്ടാമതായി ഉലുവയില. 1 കപ്പ് വെള്ളമെടുത്ത് നന്നായി തിളപ്പിച്ച് അതിൽ കഴുകി വെച്ച ഉലുവയിലിട്ട് ഇത് 10 മിനിറ്റ് വേവിക്കുക. ശേഷം ഇതുകൊണ്ട് വായ് കഴുകുന്നത് വായ്പുണ്ണ് മാറുവാൻ സഹായിക്കും. ഒമ്പതാമതായി വെളുത്തുള്ളി. വെളുത്തുള്ളി ചതച്ചത് അൾസറുള്ള ഭാഗത്ത് പുരട്ടുന്നത് അത് മാറാൻ സഹായിക്കും. വെളുത്തുള്ളിയിലെ ആലിസിൻ എന്ന ഘടകം വായ്പുണ്ണ് മൂലമുണ്ടാകുന്ന വേദന വേഗത്തിൽ ശമിപ്പിക്കും. പത്താമതായി കറ്റാർവാഴ ജെൽ. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള കറ്റാർവാഴ ജെൽ അൾസറുള്ള ഭാഗത്ത് പുരട്ടുന്നതും അത് മാറാൻ സഹായിക്കും.